മരങ്ങളെയും ആദരിക്കും, പൊന്നാടി അണിയിച്ച് ആദരിക്കും. ഭക്തിയും വിശ്വാസവും മാത്രമല്ല, മരത്തിൻ്റെ പ്രാധാന്യം കൂടി പരിഗണിച്ചാണ് ആദരവ്. 300ഓളം വർഷം പ്രായമുള്ള ആലിനെയും 200 വർഷം പ്രായമുള്ള പുളിമരത്തെയുമാണ് ആദരിച്ചത്. പൂക്കാട് മുണ്ടാടത്ത് കുനിയടത്ത് പരദേവതാ ക്ഷേത്ര മഹോത്സവത്തോടനുബന്ധിച്ചായിരുന്നു ചടങ്ങ്. ഒരു 10 തലമുറയ്ക്ക് മുമ്പുള്ള കാര്യങ്ങളൊക്കെ കണ്ട ഒരു മരമുത്തശ്ശിയാണത്. അതിനെ ആദരിക്കലും അതോടൊപ്പം അവരുടെ തറവാട്ടിനോട് ചേർന്നിട്ടുള്ള പറമ്പിലുള്ള വലിയൊരു പുളിമരമുണ്ട്. ആ പുളിമരത്തിന് 10-200 വർഷത്തെ പഴക്കമുണ്ട്. ആരാധിക്കാനും ആദരിക്കാനും തറവാട്ടുകാരും നാട്ടുകാരുമെല്ലാം ഒരുമിച്ച് കൂടി ആൽമരത്തെ തൊട്ടു വണങ്ങി പ്രദക്ഷിണം വെച്ചു. ഭക്തിക്കും വിശ്വാസത്തിനുമപ്പുറം ചില പാരിസ്ഥിതിക പ്രാധാന്യം കൂടിയുണ്ട് ഈ ചടങ്ങിന്. ഈ കാലത്ത് പ്രത്യേകിച്ച് പാരിസ്ഥിതികമായിട്ട് വലിയ നാശമൊക്കെ നേരിടുന്ന കാവുകളും അതുപോലെ നമ്മുടെ പ്രദേശത്തുള്ള ഒരുപാട് പ്രശ്നങ്ങളും നടക്കുന്ന ഒരു കാലത്ത് ഇതുപോലെയുള്ള മരങ്ങളെയൊക്കെ ആദരിക്കുന്ന പരിപാടി സംഘടിപ്പിച്ചത് വളരെയേറെ എടുത്തു പറയേണ്ടതാണ്. ചൂട് കൂടുന്നു, കാലം തെറ്റി മഴ പെയ്യുന്നു, അന്തരീക്ഷ മലിനീകരണം വർദ്ധിക്കുന്നു. മരങ്ങളാണ് പ്രതിവിധി. അതുകൊണ്ട് മരങ്ങളെയും ആരാധിക്കും. അതാണ് സന്ദേശം. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്. CK വിജയുണ്ട്. വിജയേട്ടാ, കാടും കടലും മണ്ണും മലയും എല്ലാം നമുക്ക് വേണ്ടിയുള്ളതാണ്, നമ്മൾ അവയ്ക്കും വേണ്ടിയുള്ളതാണ്. അതിനെയൊക്കെ സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ നാടിൻ്റെ ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം. അങ്ങനെ പ്രകൃതിയോട് ഇണങ്ങി പ്രകൃതിയെ സംരക്ഷിച്ച് ജീവിക്കുന്ന മനുഷ്യരാവുക എന്നാണ്. അപ്പോൾ ആ ചിന്താധാര തുടരുന്നു എന്നത് നല്ല കാര്യമാണ്. 300 വർഷമുള്ള ആൽമരത്തേക്ക്, അപ്പോൾ അതിൻ്റെ ഒരു ചരിത്രം കൂടി അവിടുത്തെ ആളുകളുടെ മനസ്സിലുണ്ടാകുമല്ലേ? ഒരു 50 വർഷം 60 വർഷം മുമ്പുള്ള കഥകൾ കൂടി. ദിവിഷ, പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കുമ്പോൾ ആരാധനാ വിശ്വാസം എന്നൊക്കെ പറയുന്നത് അന്ധവിശ്വാസമാണോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണോ എന്നൊക്കെ തോന്നിപ്പോകാം. പക്ഷേ ഇവിടെ നമ്മുടെ ആ ബൈറ്റിൽ അവസാനം പറഞ്ഞതുപോലെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടിയുണ്ട്. 300 വർഷം പഴക്കമുള്ള ഒരരയാൽ എത്രമാത്രം ഓക്സിജൻ പുറത്തുവിട്ടിട്ടുണ്ടാവും, എത്രമാത്രം അത് പരിസ്ഥിതിയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കൗതുകമുള്ള ഡാറ്റയായിരിക്കും ഒരുപക്ഷെ കിട്ടുക. ദിവിഷ് തോന്നിയിട്ടുണ്ടോ ഏതായാലും ഈ മരത്തെ ആരാധിക്കുന്നത് ഒരു അന്ധവിശ്വാസമാണെന്നൊക്കെ? ഇല്ല, ഞാൻ അതിനെ അനുകൂലിക്കുന്ന ആളാണ്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായ സന്ദേശം. അതെ, ഇപ്പം നമ്മൾ ചൂട് കൂടുന്നു എന്ന് പറയാൻ ഇപ്പോൾ തന്നെ തുടങ്ങി. ഇപ്പോൾ ഫെബ്രുവരി 10 പോലും ആയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് നമുക്ക് ഇത്തരത്തിൽ ആരാധന നടത്തുന്നവരെ ആ അർത്ഥത്തിലെങ്കിലും ഉൾക്കൊള്ളാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ മറ്റു വിശ്വാസത്തിൻ്റെ ഭാഗം മാറ്റിവെച്ചാൽ പോലും. ശരിയാണ്. ഇങ്ങനെയാണ് നമ്മൾ എന്തിനേയും സംരക്ഷിക്കുക. എല്ലാം ഇങ്ങനെ തുരന്നെടുത്തും വെട്ടിയെടുത്തും അല്ല മനുഷ്യൻ ജീവിക്കേണ്ടത്. ഇതിനെയൊക്കെ സംരക്ഷിക്കുക എന്നുകൂടിയാണ് കൊയിലാണ്ടിക്കാർ നമ്മളോട് പറയുന്നത്. അതൊക്കെ പലയിടത്തും വെട്ടിമാറ്റാതിരിക്കാനുള്ളൊരു പ്രചോദനമെങ്കിലും ആകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി വിജയേട്ടാ.